ഹമാസുമായി അമേരിക്ക ഒരു രഹസ്യ ചർച്ച നടത്തി. പ്രസിഡന്റ് ട്രംപ് അല്ല, ട്രംപിൻ്റെ ദൂതൻ ഖത്തറിലോ ദോഹയിൽ വെച്ചാണ് ഈ ചർച്ച നടത്തിയത്. സത്യത്തിൽ അത് ഇസ്രയേൽ അറിയാതെ നടത്തിയ ചർച്ചയാണ് എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ പേരിൽ ഇസ്രയേലിന് അമേരിക്കയോട് എന്തെങ്കിലും നീരസമുണ്ടോ? അമേരിക്കയോട് നീരസമുണ്ട്. രഹസ്യമായിട്ട് നടത്തിയാലും അത് കഴിഞ്ഞിട്ട് ഈ പ്രസിഡൻഷ്യൽ ഹോസ്റ്റേജ് എൻവോയ് ആയ ആഡം ബോഹ്ലർ അദ്ദേഹം നടത്തിയ ചില പ്രഖ്യാപനങ്ങളൊക്കെ ഇസ്രായേലിന് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ജനറലി അമേരിക്കയ്ക്ക് ഒരു പോളിസിയുണ്ട്, ടെറർ ഓർഗനൈസേഷൻസായിട്ട് ചർച്ച വേണ്ട, വേറെ എന്തെങ്കിലും ഇൻഡയറക്റ്റായിട്ട് വേറെ ആൾക്കാരായിട്ട് ഇടപെടണം, അല്ലാതെ അമേരിക്ക നേരിട്ട് ഇടപെടില്ല. അതാണ് പോളിസി. പക്ഷെ ഇപ്പോൾ ചെറുതായിട്ടൊരു ചേഞ്ച് ഈ കാര്യത്തിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെപ്പറ്റി അമേരിക്കയിൽ അവരുടെ ബന്ധപ്പെട്ട ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്ന മറുപടി ഇറ്റ്സ് എ വൺ ഓഫ്, ഇത് ഒരിക്കൽ മാത്രം, ഓൺലി വൺസ് ആൻഡ് നെവർ അഗൈൻ. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഇത് ചെയ്യുള്ളൂ. അതൊരു കീഴ്വഴക്കമായിട്ടൊന്നും കണക്കാക്കാനില്ല. ഈ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ ഒരിക്കൽ മാത്രമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇവരിത് ആരംഭിച്ചു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനെ അറിയിച്ചില്ലായിരുന്നു. അപ്പോൾ അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ച് അതിൽ പ്രത്യേകിച്ച് അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഈ പോളിസി കാരണം ശല്യം അമേരിക്കയിലുണ്ടായിട്ടുണ്ട്. ഇറാനിലെ എംബസിയിൽ ഹോസ്റ്റേജസിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് കമാൻഡോ ഓപ്പറേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ അന്നത്തെ പ്രസിഡന്റ് ജിമ്മി കാർട്ടർ അന്നത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് സൈറസ് വാൻസിനെ അറിയിക്കാതെ ഈ ഓപ്പറേഷൻ നടത്തി. ഓപ്പറേഷൻ ആണെങ്കിൽ അട്ടർ ഫ്ലോപ്പായി പോയി. സ്വന്തം ഗവൺമെൻറ്റിലെ മന്ത്രി അറിയിച്ചില്ല. അതെ. അപ്പോൾ ഈ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന സൈറസ് വാൻസ് രാജിവെച്ച് പോയി, അഭിമാന പ്രശ്നമായിട്ട് കണക്കാക്കി. പിന്നീട് എഡ്മണ്ട് മസ്കി എന്ന് പറഞ്ഞ വേറൊരാൾ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ട് വന്നു. അപ്പോൾ ഈ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അട്ടർ രഹസ്യമായിരിക്കും, ആരെ അറിയിക്കാത്ത രീതിയിലായിരിക്കും പോകുന്നത്. അപ്പോൾ അതേപോലെ ഇവരെയും അറിയിച്ചില്ല. മാത്രമല്ല ഇതിന് മുമ്പ് 1-2 പ്രാവശ്യം ഇസ്രായേലിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു, ഹമാസായിട്ട് ഞങ്ങൾ നേരിട്ടൊന്ന് ചർച്ച നടത്തുന്നതിനെപ്പറ്റി ആലോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേക്കും ഇസ്രായേൽ അത് ഡിസ്കറേജ് ചെയ്യുക, അത് വേണ്ട, അങ്ങനെ ഒരു കീഴ്വഴക്കായി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണോ എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഒഴിവാക്കാൻ ശ്രമിക്കുകയായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഈ ഇസ്രായേലിൻ്റെ ഇങ്ങനത്തെ ഒരു പോളിസി ഉള്ളതുകൊണ്ടാണ് അവർ സീക്രട്ടായിട്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ പിന്നീട് ഇസ്രായേൽ കെയിം ടു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ അവർ തന്നെ ഈ ന്യൂസ് ലീക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തു. പിന്നെ അത് എവരിബഡി കെയിം ടു നോ അബൌട്ട് ഇറ്റ്. അപ്പോൾ അമേരിക്കയും പബ്ലിക്കായിട്ട് അഡ്മിറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ ചർച്ച നടന്നു. അപ്പോൾ ഈ ചർച്ച നടന്നത് ഖലീൽ അൽ ഹയ്യ എന്ന് പറയുന്ന ഹമാസിൻ്റെ ഒരു നേതാവും ആഡം ബോഹ്ലർ എന്ന് പറയുന്ന പ്രസിഡൻഷ്യൽ ഹോസ്റ്റേജ് എൻവോയ് എന്ന് പറയാം, അദ്ദേഹവുമായിട്ടാണ് ചർച്ച നടത്തിയത്. അപ്പോൾ ഈ ചർച്ച നടത്തി അമേരിക്ക ഇതിൽ വളരെ നിർബന്ധിതരാകാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഡൻ അലക്സാണ്ടർ എന്ന് പറഞ്ഞൊരു അമേരിക്കക്കാരൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പിന്നെ 4 സ്ലെയിൻ 4 പേരുടെ മൃതദേഹമുണ്ട്. അപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ പറയുന്ന ഈഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ആളെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി കൊണ്ടുവരണമെന്നുണ്ട്. ബാക്കി 4 മൃതശരീരങ്ങളുണ്ട്, അത് പിന്നെ അങ്ങനെ ആവട്ടെ. പക്ഷേ ഈഡൻ അലക്സാണ്ടറിൻ്റെ കേസിൽ അവർ വളരെ സിമ്പതറ്റിക് ആയിരുന്നുകൊണ്ടാണ് ഇതിൽ ഇങ്ങനെയൊക്കെ ചില കീഴ്വഴക്കങ്ങളെല്ലാം ലംഘിച്ചിട്ടായാലും അയാളെ കൊണ്ടുവരണം എന്ന് ഒരു പ്ലാൻ ചെയ്ത് അതിന് വേണ്ടിയിട്ട് ശ്രമിച്ചത്. അപ്പോൾ ഇതാണ് അവരുടെ പ്രൈമറി ഗോൾ, ഈ ഈഡൻ അലക്സാണ്ടറിനെ തിരിച്ചുകൊണ്ടുവരിക എന്നുള്ളത്. പക്ഷേ ഇസ്രായേൽ ഇതൊക്കെ അറിഞ്ഞപ്പോഴേക്കും അതൊക്കെ അതിനെപ്പറ്റി ദേഷ്യപ്പെടാനൊക്കെ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഇതിനെപ്പറ്റി കേട്ട് കഴിഞ്ഞപ്പോൾ ഈ പ്രസിഡൻഷ്യൽ ഹോസ്റ്റേജ് എൻവോയ് എന്ന് പറയുന്ന ആഡം ബോഹ്ലർ പറഞ്ഞു, ഒരു ലിമിറ്റ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഈ അമേരിക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേലിൻ്റെ ഒരു ഏജൻ്റൊന്നുമല്ല, ഇസ്രായേൽ പറയണത് മുഴുവനും കേൾക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ അത് ഇറ്റ് ഈസ് ഇൻ ബാഡ് ടേസ്റ്റ്. അവർ തമ്മിലുള്ള ഇരിപ്പനുസരിച്ച് അങ്ങനത്തെ ഭാഷയൊന്നും പ്രയോഗിക്കാറില്ല. പിന്നെ വേറെ ചില കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഈ ചർച്ച നടത്തിയ എന്തിനാണെന്നുള്ളൊരു ഡിസ്കഷനും കോൺട്രവേഴ്സിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ദേ ആർ നൈസ് ഗൈസ് എന്ന് പറഞ്ഞു. ഈ ഹമാസിനെ പറ്റി ദേ ആർ നൈസ് ഗൈസ്, ദേ ആർ ഗൈസ് ലൈക്ക് അസ്. പിന്നെ അത് മാത്രമല്ല അവരുടെ മുഖത്തൊന്ന് കൊമ്പൊന്നും വളർന്നു വരുന്നില്ല, ചെകുത്താന്മാരൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ന്യായീകരണങ്ങളും അവരെ പറ്റി കുറച്ച് നല്ല വൈറ്റ് വാഷ് ചെയ്തു. അപ്പോൾ അതെല്ലാം കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിന് തീരെ ഇഷ്ടപ്പെടാതെയായി. മാത്രമല്ല ഇസ്രായേൽ വേറെ ഈ ഇസ്രായേലിൻ്റെ ഹോസ്റ്റേജസിനെ രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പലപ്പോഴും ഹോസ്റ്റേജസ് എന്നുള്ളതിന് പകരം പ്രിസണേഴ്സ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇസ്രായേലിലെ ആൾക്കാർ ഹമാസിൻ്റെ കസ്റ്റഡിയിലിരിക്കുന്നത് ബൈ നോ മീൻസ് അവർ ഒരിക്കലും പ്രിസണേഴ്സ് അല്ല, അവരെ പിടിച്ചുകൊണ്ടുപോയതാണ്, അവരെ ഹോസ്റ്റേജസ് തന്നെ പറയണം. പക്ഷേ ഈ ആഡം ബോഹ്ലർ പലപ്പോഴും പറയണത് പ്രിസണേഴ്സ് എന്നാണ്. അപ്പോൾ നമുക്ക് ഇസ്രായേലിൻ്റെ പ്രിസണേഴ്സിനെ കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുമ്പോൾ അത് നാച്ചുറലി അവർക്ക് വളരെ അതിൻ്റെ ഒരു ഡിഗ്രി കുറയുന്നു. അതെ. ഇതിൽ ഒരു തരത്തിലുള്ള ഒരു തെറ്റും ഒരു അക്യൂസേഷനും ഇല്ലാത്ത ആൾക്കാരെയാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അവരെ
ഇങ്ങനെ പ്രിസണേഴ്സ് എന്ന് പറയുന്നു. അപ്പം അങ്ങനെ കുറേ പക്ഷേ ട്രംപ് ഹോസ്റ്റേജസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇത് ഈ പ്രസിഡൻഷ്യൽ എൻവോയ്ഡ് അല്ലെങ്കിൽ ആഡം ബോളറുടെ ഒരു രീതിയാണ്. ആയിരിക്കാം. പക്ഷെ അദ്ദേഹം ഒരു ജൂതനാണ്. ഈ ആഡം ബോളർ ഹിംസെൽഫ് ഈസ് എ ജൂ. അത് അമേരിക്കയിൽ ആണെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, ഈ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതും, പിന്നെ അമേരിക്ക ഈസ് നോട്ട് ആൻ ഏജൻറ് ഓഫ് ഇസ്രായേൽ എന്ന് പറഞ്ഞതും, ഇവരെ അറിയിക്കാതെ ഈ ചർച്ച നടത്തിയതും, ഇങ്ങനെ പല കാര്യങ്ങളും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഇസ്രായേലിനത് പഴയ ലോഹ്യമില്ലാത്ത പോലെ തോന്നി. അത് ഈ ട്രംപിന്റെ ഈ ബന്ദികളുടെ മോചനത്തിന് വേണ്ടിയുള്ള ദൂതനുമായിട്ടുള്ള പ്രശ്നമാണ്. എന്തെങ്കിലും ഏത് മാർഗത്തിലൂടെ ആയാലും, ഇതുവരെ ട്രൈ ചെയ്യാത്ത ഏതെങ്കിലും മാർഗത്തിലൂടെ ആയാലും ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനുള്ള വേറൊരു വറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ മെയിൻ ഡിസ്കഷൻ ഉണ്ടല്ലോ, എല്ലാവരെയും രക്ഷപ്പെടുത്തണമായിരിക്കും, അതിൻ്റെ ആ ഒരു ശക്തി കുറഞ്ഞു പോകുമെന്ന് അവർക്കൊരു ഭയമുണ്ട്. ഈ അമേരിക്കയും ഹമാസുമായിട്ട് നേരിട്ട് ഇടപെട്ട് കഴിയുമ്പോൾ പൊതുവായിട്ടുള്ള പ്രശ്നം, അതിലുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകും. അമേരിക്കയുടെ പ്രധാനപ്പെട്ട പ്രശ്നം തീരാണല്ലോ ഈ പറയുന്ന ഈഡൻ അലക്സാണ്ടറിനെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ. അത് മാത്രമല്ല, അപ്പോൾ ഈ ഒരു ശക്തി ഊർജം ഇതിൻ്റെ കുറഞ്ഞു പോകുന്നൊരു ഭയം ഇസ്രായേലിനുണ്ട്. പിന്നെ ഇസ്രായേലിനെ പറ്റി പറഞ്ഞ കുറേ ഈ വർത്തമാനങ്ങളും അവർക്ക്, ഹമാസിനെയൊക്കെ പറ്റി പറഞ്ഞ വർത്തമാനങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ സാഹചര്യങ്ങളും സംഭവങ്ങളും ഉള്ളതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ ഇസ്രായേലിന് അമേരിക്കയോടൊരു സ്വല്പം അകൽച്ച വന്നിരിക്കുകയാണ്. പക്ഷേ എന്നാൽ ചെറിയ സൗന്ദര്യപ്പണക്കം, സൗന്ദര്യപ്പണക്കം മാത്രമേ ഉള്ളൂ. ഇത് കഴിയുമ്പോൾ വീണ്ടും എന്തായാലും യോജിക്കും. അമേരിക്ക വേണമല്ലോ എന്തെങ്കിലും ചെയ്യണമെങ്കിലും. പിന്നെ അമേരിക്ക, ഈ ട്രംപ് പറഞ്ഞിട്ടുണ്ട്, ഒന്നും ഭയപ്പെടണ്ട, ഞാനിപ്പോൾ ഇതിങ്ങനെ ഒരു മാർഗം ട്രൈ ചെയ്തു എന്ന് വിചാരിച്ച് ആരെയും ഉപേക്ഷിച്ച് പോണ പ്രശ്നമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ. അമേരിക്കയ്ക്ക് അങ്ങനെ ഉപേക്ഷിച്ച് പോകാനും പറ്റില്ല. മാത്രമല്ല ഹമാസിനും കൊടുക്കേണ്ട വാർണിങ്സും മെസ്സേജസൊക്കെ അപ്പം കൊടുക്കുന്നുണ്ട്. അതായത് കാര്യങ്ങൾ ശരിയായി പോയില്ലെങ്കിൽ നിങ്ങളെ തകർത്ത് കളയും, നശിപ്പിച്ച് കളയും, ട്രംപ് കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം പറയുന്നുണ്ട്, ഈ നിങ്ങളെ ശരിപ്പെടുത്താനായിട്ട് എന്തൊക്കെയാണോ ഇസ്രായേലിന് വേണ്ടത് ആ സാധനങ്ങളും അതെല്ലാം കൊടുത്തു. പക്ഷേ ഈ ശരിപ്പെടുത്തും ഇപ്പോൾ ഇടണം എന്ന് ട്രംപ് പറയുന്നത് ഇപ്പോൾ വാർത്തയല്ലാണ്ടായി. അത് തന്നെ, അത് നമ്മൾ പല പ്രാവശ്യമായിട്ട് കേൾക്കുന്നു. പല കാര്യങ്ങളിലും പിന്നെ എപ്പോഴും പ്രതിപക്ഷത്ത് നമ്മൾ കാണാറുണ്ടല്ലോ, പ്രതിപക്ഷത്തിരിക്കുന്നവർക്ക് പലതും പറയാം, പക്ഷേ അധികാരത്തിൽ വരുമ്പോൾ അത്രയും നടപ്പാക്കാൻ പറ്റില്ല. അധികാരത്തിരിക്കുന്നവർ വെറുതെ വീൺവാക്ക് പറയുകയും ചെയ്യരുത്. എൻ്റെ 10ാമത്തെ അന്ത്യശാസനം എന്നൊക്കെ പറയുന്നത്. അതെ. ഇപ്പോൾ പല അന്ത്യശാസനങ്ങൾക്കും ഇങ്ങനെ ഒരു നേച്ചറുണ്ട്. ഇറാനിലെ നേതാവ് ഇപ്പോൾ അന്ത്യശാസനം നടക്കില്ല എന്ന് ന്യൂക്ലിയർ ഡീൽ നടക്കില്ല എന്ന് വീണ്ടും പറഞ്ഞു. ട്രംപ് ഒന്ന് നാണം കെട്ടു. ട്രംപ് അതിലൊന്നും നാണം കെട്ടു. ഇനിയിപ്പോൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെയൊക്കെ പ്രശ്നങ്ങളുണ്ട്. ഇനി ഇവരിത്രയും തീർത്ത് പറയാണ് പറ്റില്ല എന്ന് പറയുകയാണെങ്കിൽ ചെയ്യാതെ തരവില്ല. അല്ല, അങ്ങനെ ചെയ്യണമെങ്കിൽ ട്രംപിന് ഇസ്രായേൽ വേണം. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാലും ട്രംപ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ, അല്ലാതെ വേറെ ചോയ്സ് ഇല്ല. അപ്പോൾ അതിന് ഇസ്രായേൽ വേണം. ചിലപ്പോൾ അവരുടെ കമ്പനിൻ്റെ എന്തെങ്കിലും. ട്രംപ് ആവശ്യമില്ലാതെ ട്രംപ് ഒരു കത്തയച്ചു എന്ന് ട്രംപ് തന്നെ പറയുന്നു. അത് 2 തവണ വന്നിട്ട് ബുള്ളി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആക്ഷേപിച്ചത്. ഒരുപാട് തെമ്മാടി എന്നൊക്കെ വിളിക്കുന്ന പോലെയായിരുന്നു മറ്റേ ഖമനയുടെ മറുപടി. ഇന്നലെ വീണ്ടും പറഞ്ഞിരിക്കുന്നു ന്യൂക്ലിയർ ഡീലിനെ കുറിച്ച് ചർച്ചയില്ല എന്ന് പറയുമ്പോൾ ട്രംപ് ഒരു ഡിപ്ലോമാറ്റിക്കലി പരാജയപ്പെട്ടു. അതെ. മാത്രമല്ല, ഇതിനു മുമ്പ് ട്രംപിൻ്റെ കാലത്ത്, ഇതിന് മുമ്പത്തെ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ട്രംപ് പഴയ എഗ്രിമെൻ്റ് ഉണ്ടായിരുന്നത് കംപ്ലീറ്റ്ലായിട്ട് യൂണിലാറ്ററലായിട്ട് ഏകപക്ഷീയമായിട്ട് അതങ്ങോട്ട് ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ തീരെ അവർക്ക് എങ്ങനെയാലും ട്രംപിന് ഇഷ്ടമല്ല. ട്രംപ് എന്ത് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ ട്രംപിൻ്റെ ഈ കാര്യത്തിൽ മാത്രമല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സെലൻസ്കിനെ നാണം കെടുത്തി ഇറക്കി വിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആയത്തുള്ള ഖമനേയി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് കാര്യം ട്രംപ് ചെയ്താലും അവർക്ക് ഇഷ്ടമില്ലാത്ത അച്ചി തൊടുന്നതൊക്കെ എന്ന് പറഞ്ഞ പോലെയുള്ളൊരു രീതിയിലാണ് ട്രംപിനെ കാണുന്നത് ഇറാൻ. അപ്പോൾ ഇറാന് ഒരു ആക്രമണത്തിലേക്കൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ, അത് വേറെ ഇപ്പം ഒന്നും ചെയ്യാനില്ലല്ലോ. മാത്രമല്ല, ഈ ഒരു അഗ്രസീവ് നേച്ചർ എന്നുള്ള രീതിയിൽ അത് കാണാനില്ല. കാരണം ഇവർക്ക് ഈ ന്യൂക്ലിയർ ബോംബ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇസ്രായേലിന് നിലനിൽക്കാൻ പാടായിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ ഡിപ്ലോമസി ഒന്നും വർക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥ വരും. ട്രംപിന് ഒരു നിലനിൽക്കണമെങ്കിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. ട്രംപിന് എന്തെങ്കിലും നിലനിൽക്കണമെങ്കിൽ ചെയ്യേണ്ടി വരും. അതേപോലെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ന്യൂക്ലിയർ ബോംബ് ഉണ്ടെങ്കിൽ പിന്നെ ഇവരുടെ ഒരു എക്സിസ്റ്റൻഷ്യൽ ത്രെട്ടാണല്ലോ. അപ്പോൾ ആ എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട് എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇറ്റ് ഈസ് എ ഹോപ്സൺസ് ചോയ്സ്. വേറെ മാർഗ്ഗമില്ല, ഇതേ മാർഗ്ഗമുള്ളൂ.
അവർക്ക് അടിക്കേണ്ട സാഹചര്യം വന്നുപെട്ടു. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.